യുഎസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡൊണാൾഡ് ട്രംപ് തിരിച്ചെത്തിയതിൽ പിന്നെ പുലിവാല് പിടിച്ച രാജ്യങ്ങളിൽ കാനഡ കഴിഞ്ഞേയുള്ളൂ മറ്റേതും. കാനഡയെ യുഎസിന്റെ 51ാമത് സ്റ്റേറ്റ് ആക്കുമെന്നുള്ള ട്രംപിന്റെ തുടർച്ചയായ പ്രഖ്യാപനങ്ങളും അടിക്കടിയുള്ള വ്യാപാര തർക്കങ്ങളുമെല്ലാം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കാര്യമായി ഉലച്ചിട്ടുമുണ്ട്. ഇപ്പോഴിതാ മറ്റൊരു വിഷയമുയർത്തി കാനഡയെ ലക്ഷ്യം വയ്ക്കുകയാണ് യുഎസ്. ഇത് പക്ഷേ നയതന്ത്രപരമായി അധികം ഉന്നയിക്കപ്പെട്ട് കണ്ടിട്ടില്ലാത്ത ഒരു പ്രശ്നമാണ്. എന്നാൽ നിസ്സാരമല്ലതാനും. കാനഡയുടെ കാട്ടുതീയിൽ നിന്നുള്ള പുക കാരണം അമേരിക്കക്കാർക്ക് വേനൽക്കാലം ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നതാണ് അമേരിക്കയുടെ വിമർശനം. ഇത് സംബന്ധിച്ച് പരാതി ഉയർത്തിയത് യുഎസ് കോൺഗ്രസിലെ 6 അംഗങ്ങളാണെന്നതാണ് കൗതുകം. വിചിത്രമെന്ന് തോന്നാവുന്ന ആ വാർത്തയുടെ വിശദാംശങ്ങൾ പരിശോധിക്കുകയാണ് ഇൻ ഡെപ്ത്. സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് യുഎസ് കോൺഗ്രസിലെ 6 റിപ്പബ്ലിക്കൻ അംഗങ്ങൾ കനേഡിയൻ എംബസിക്ക് ആ കത്തയച്ചത്. കനേഡിയൻ പ്രദേശത്തെ കാട്ടുതീയിൽ നിന്നുള്ള പുക കാരണം തങ്ങൾ അമേരിക്കക്കാർ ആകെ ബുദ്ധിമുട്ടിലാണെന്നും വേനൽക്കാലം തുടങ്ങാറായതിനാൽ ഇതിന് എത്രയും വേഗം പരിഹാരം വേണമെന്നുമായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. യുഎസിലെ കനേഡിയൻ അംബാസഡർ കീർസ്റ്റൻ ഹിൽമാനെ അഡ്രസ് ചെയ്ത കത്തിൽ ഒപ്പുവെച്ചത് വിസ്കോൺസിനിൽ നിന്നുള്ള പ്രതിനിധികളായ ടോം ടിഫനി, ഗ്ലെൻ ഗോത്ത്മാൻ എന്നിവരും മിനസോട്ടയിൽ നിന്നുള്ള മിഷേൽ ഫിഷ്ബാച്ച്, ബ്രാഡ് ഫിൻസ്റ്റാർഡ്, പീറ്റ് സ്റ്റോബർ, ടോം എമ്മർ എന്നിവരുമായിരുന്നു. ഇതിൽ ടോം എമ്മർ യുഎസ് കോൺഗ്രസിലെ മുതിർന്ന അംഗമാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് 6 പേരും കത്തയച്ചിരിക്കുന്നത്. കാനഡ കാരണം തങ്ങൾക്ക് വേനൽ ആസ്വദിക്കാൻ പറ്റുന്നില്ലെന്നും നിങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുമൊക്കെയാണ് കത്തിൽ ഇവർ പറയുന്നത്. BBC റിപ്പോർട്ട് പ്രകാരം കത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്രകാരമാണ്. ഇവിടെ അമേരിക്കയിൽ വേനൽക്കാലം തുടങ്ങേണ്ട സമയമായി. പക്ഷെ കാനഡയിൽ നിന്നുള്ള കാട്ടുതീയുടെ പുക കാരണം അന്തരീക്ഷമാകെ മൂടിക്കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. കാറ്റ് തെക്കൻ മേഖലയിലേക്ക് വരുന്നത് വലിയ ബുദ്ധിമുട്ടാവുകയാണ് ഞങ്ങൾക്ക്. ഒന്ന് പുറത്തിറങ്ങി ശുദ്ധവായു ശ്വസിക്കാൻ ഞങ്ങളുടെ ജനങ്ങൾക്ക് കഴിയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേനൽക്കാലമാണ് വർഷത്തിലെ ഏറ്റവും നല്ല സമയം. കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവും പുറത്തുപോയി ആഘോഷിക്കാനും സന്തോഷിക്കാനുമൊക്കെ വേനൽക്കാലത്തെ പറ്റൂ. പക്ഷേ അതും നശിപ്പിക്കുകയാണ് നിങ്ങൾ എന്താണ് ഈ കാട്ടുതീയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയണം. ഇതാദ്യമായല്ല കാനഡയുടെ കാട്ടുതീ അമേരിക്കക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നറിയാമല്ലോ. ഫോറസ്റ്റ് മാനേജ്മെന്റ് എന്ത് എന്നറിയാത്തതിന്റെ കുഴപ്പമാണത്. ടെക്നോളജി ഇത്രയും വികസിച്ച ഈ കാലത്ത് കാട്ടുതീ തടയാനോ അതിന്റെ ആഘാതം കുറയ്ക്കാനോ പറ്റുന്നില്ല എങ്കിൽ അതൊരു വലിയ പരാജയം തന്നെയാണ്. കുട്ടിക്കളിയല്ല ഇത്. എന്നാൽ കത്തിൽ പറയുന്നത് പോലെ കാട്ടുതീയുടെ കാര്യം തങ്ങൾ നിസ്സാരമായല്ല കാണുന്നതെന്നാണ് കനേഡിയൻ എംബസി യുഎസിനോട് പ്രതികരിച്ചത്. കാട്ടുതീ തടയുന്നതിനും അത് വ്യാപിക്കാതിരിക്കാനും എല്ലാവിധ നടപടികളും കാനഡ സ്വീകരിക്കാറുണ്ടെന്ന് കനേഡിയൻ എംബസി വക്താവ് ടാരൻ എലിയറ്റ് വ്യക്തമാക്കി. യുഎസ് പ്രതിനിധികളുടെ കത്ത് ബന്ധപ്പെട്ടവർക്ക് കൈമാറിയിട്ടുണ്ടെന്നും വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. എല്ലാ വേനലിലും കാട്ടുതീയുണ്ടാകുന്ന രാജ്യങ്ങളിലൊന്നാണ് കാനഡ. അവിടെ ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ കാട്ടുതീ രേഖപ്പെടുത്തിയ വർഷമായിരുന്നു 2023. ഭൂവിസ്തൃതിയിൽ ഇംഗ്ലണ്ടിനോളം പോന്ന ഒരു പ്രദേശമാണ് അന്ന് കാട്ടുതീയിൽ വെന്തുരുകിയത്. 8 പേർ മരിക്കുകയും ചെയ്തു. ഈ വർഷം ഇതുവരെ ചെറുതും വലുതുമായി 2672 തവണ കാട്ടുതീ പടർന്നതായാണ് സർക്കാരിന്റെ കണക്ക്. പടിഞ്ഞാറൻ കാനഡയിൽ മെയ്യിലും ജൂണിലുമായി ഏകദേശം 30,000 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരുന്നു. മാനിറ്റോബ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അടിയന്തരാവസ്ഥ വരെ പ്രഖ്യാപിക്കേണ്ട സാഹചര്യവുമുണ്ടായി. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം കാനഡയിൽ കാട്ടുതീയെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇതല്ലാതെ ക്യാമ്പ് ഫയർ ഒക്കെ നടത്തുമ്പോഴുള്ള ജനങ്ങളുടെ അശ്രദ്ധയും കാട്ടുതീ വരുത്തിവെക്കാറുണ്ട്. കനത്ത മിന്നൽ പിണരുകളാണ് മറ്റൊരു പ്രധാന കാരണം. നിലവിൽ സജീവമായ 526 കാട്ടുതീകൾ കാനഡയിലുണ്ടെന്നാണ് കനേഡിയൻ ഇന്റർ ഏജൻസി ഫോറസ്റ്റ് ഫയർ സെന്റർ റിപ്പോർട്ട് ചെയ്യുന്നത്.